ഇന്നത്തോടുകൂടി ഈ സ്കൂൾ യുവജനോത്സവവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തിരക്കുകളൊക്കെ പൂർത്തീകരിക്കും. നാളെ രാവിലെ 9 മണിക്ക് കൃത്യം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നമ്മുടെ 64ാമത് സ്കൂൾ യുവജനോത്സവത്തിന്റെ പതാക ഉയർത്തും. പതാക ഉയർത്തി കഴിഞ്ഞാൽ അവിടെ തന്നെ കുട്ടികൾക്ക് എലഞ്ഞിത്തറ മേളം പോലും കാണാനുള്ള ആഗ്രഹം ധാരാളമായിട്ട് പ്രകടിപ്പിക്കാറുണ്ട്. എലഞ്ഞിത്തറ മേളത്തിന് ഉപയോഗിക്കുന്ന നാദം പാണ്ഡ്യാണ്. അപ്പോൾ കിഴക്കൂട്ട് അനിയന്മാരാർ, പറമേക്കാവ് ദേവസ്വത്തിന്റെ പ്രമാണിയായിട്ടുള്ള കിഴക്കൂട്ട് അനിയന്മാരാരും തിരുവമ്പാടി പൂരത്തിന്റെ പ്രമാണിയായിട്ടുള്ള കേശ്ശേരി കുട്ടന്മാരാരും ചേർന്ന് 2 പ്രമാണികൾ ഒരുമിച്ച് നിന്ന് അതിഗംഭീരമായിട്ടുള്ള പാണ്ഡിമേളം, 100 കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ഡിമേളം രാവിലെ ഈ സ്കൂൾ യുവജനോത്സവത്തിന്റെ കലാകാരന്മാരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഉണ്ടാകും. കുടമാറ്റത്തിന്റെ നാടുകൂടിയാണ് കേരളം എന്നുള്ളത് കൊണ്ട്, തൃശ്ശൂർ എന്നുള്ളത് കൊണ്ട് 64 വർണ്ണപ്പകിട്ടാർന്ന പട്ടുകുടകൾ അതിന്റെ ഭാഗമായി ഉയർത്തി ആളുകളെ സ്വാഗതം ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമാണ് നമ്മൾ പൊതുവിൽ ആലോചിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന സമ്മേളനത്തിന് മുമ്പായി കലാമണ്ഡലം ടീം അവതരിപ്പിക്കുന്ന പ്രശസ്ത ഗാനരചയിതാവ് BK ഹരിനാരായണൻ എഴുതി മണികണ്ഠൻ അയ്യപ്പ പിന്നെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ള ഗാനത്തോടുകൂടി കലാമണ്ഡലത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സ്വാഗത ഗാനം അതിനുശേഷം അരങ്ങേറും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ 10:15 64ാമത് സ്കൂൾ യുവജനോത്സവത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. എല്ലാ ഒരുക്കങ്ങളും ഏതാണ്ട് നല്ലതുപോലെ പൂർത്തിയായി. ഒരു പ്രയാസവുമില്ലാതെ ആളുകൾക്ക് ഇത് കാണാനും മാധ്യമപ്രവർത്തകർക്ക് അത് റിപ്പോർട്ട് ചെയ്യാനും പൊതുജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുമുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇത്തവണത്തെ സ്കൂൾ യുവജനോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഉത്തരവാദിത്തപ്പെട്ട കലോത്സവം, ഉത്തരവാദ കലോത്സവം എന്ന രീതിയിൽ റെസ്പോൺസിബിൾ ഫെസ്റ്റിവൽ എന്ന രീതിയിലുള്ള ശ്രദ്ധേയമായിട്ടുള്ളൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ സ്കൂൾ യുവജനോത്സവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്കൂൾ യുവജനോത്സവം നമ്മുടെ കുട്ടികളെ കൂടുതൽ അവരവരുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് തിരികെ പോകാനും അത് ഏറ്റെടുക്കാനും കഴിയുന്ന വിധത്തിൽ സജ്ജരാക്കുക എന്നതാണ് ഈ കലോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി കഴിഞ്ഞത്. ആ വിധത്തിൽ നല്ല ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. 25,000-ഓളം പേർ, 1,00,000 പേർ ഉച്ചഭക്ഷണത്തിനുണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ നടപടിക്രമങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നത്. കുട്ടികൾക്ക് ആണ് പ്രധാനമായിട്ടും ഭക്ഷണം നൽകേണ്ടി വരിക. പിന്നെ വളരെ അനിവാര്യമായി അപ്പോൾ ഡ്യൂട്ടി ആയിട്ടുള്ള ആളുകൾക്കും, എന്നാലും കുറച്ച് ആളുകൾ ഉണ്ടാകും, അവർക്കെല്ലാം കഴിയും വരെ കൊടുക്കാവുന്ന സംവിധാനം ഉണ്ടാക്കും. വളരെ അടുത്താണ് അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ട്രാൻസ്പോർട്ടിംഗ് കമ്മിറ്റി 20 സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ കമ്മിറ്റിയും 1-1 എന്ന വിധത്തിൽ നല്ല ശ്രദ്ധയോടെ നടത്തിയിട്ടുള്ള പരിപാടികൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ഔപചാരികമായി നാളെ നമ്മുടെ സ്കൂൾ യുവജനോത്സവം അഥവാ തൃശ്ശൂരിന്റെ കൗമാരപൂരത്തിന് കൊടി ഉയരാൻ വേണ്ടി പോകുന്നത്. എല്ലാവരുടെയും സഹായവും പിന്തുണയും ഉണ്ടാകണം എന്ന് സവിനയം അഭ്യർത്ഥിക്കുന്നു. മീഡിയ സെന്റർ ഇന്ന് ഉദ്ഘാടനം ചെയ്തു. ചിലപ്പോൾ ഒരു കാര്യമുണ്ട്, ഈ തിരക്കുകൾക്കൊക്കെ ഇടയിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ വളരെ ചെറുതായിട്ടുള്ള എന്തെങ്കിലും കുറവുകളോ കുഴപ്പങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റു വിമർശനത്തിലേക്ക് പോകാതെ നേരെ ഞങ്ങളോടത് പറഞ്ഞ് നമുക്കൊരുമിച്ച് നിന്നത് പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടാകണം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. സ്കൂൾ യുവജനോത്സവം കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതുയുഗം തീർക്കാവുന്ന വിധത്തിൽ ഇത്തവണ തൃശ്ശൂരിൽ സംഘടിപ്പിക്കും എന്നാണ് പ്രധാനമായിട്ടും ഈ കാര്യങ്ങളിൽ പറയാനുള്ളത്.